ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മാഗ്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. അപ്പോ നിങ്ങളിപ്പോ ഈ ഒരു ബോർഡിൽ കാണുന്നുണ്ടാവും അല്ലെ, കുറച്ച് കണക്ക് കൂട്ടിയിട്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ ചാനലിന്റെ സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ ഇപ്പൊ ഷോർട്സ് ഒക്കെ വ്യൂസ് ഒക്കെ നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ നമ്മുടെ ഷോർട്സ് മാത്സ് ഹാക്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് 5 ലക്ഷം പേര് കണ്ട ഒരു ഷോർട്സ് ആണ്. ആ 5 ലക്ഷം പേര് കണ്ടതിന് 1000-ൽ കൂടുതൽ കമന്റ്സ് ഉത്തരവായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഈ ഒരു ഹാക്സിന്റെ സൊല്യൂഷൻ ആയിട്ട് വീഡിയോ ചെയ്തിടണം. കാരണം ഒത്തിരി പേര് കമന്റ്സിലൂടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ ഇതിന്റെ ഉത്തരം പറയുക, അല്ലെങ്കിൽ ഇതെങ്ങനെയാ വരുന്നത്. അപ്പം അതൊന്ന് ചെയ്യാ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഈ ഒരു നമ്പർ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. അപ്പൊ ഈ ഒരു ഹാക്ക് ഞങ്ങൾ എങ്ങനെ ഈ ഒരു 2ഉം 3ഉം കൂട്ടിയ 5 ആണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ മാത്തമാറ്റിക്സിലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി അവസാനത്തിന് ഉത്തരം പറയണം. അപ്പൊ നമുക്ക് ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയാലോ. അപ്പൊ ഇവിടെ 2 + 3 = എഴുതിയിരിക്കുന്ന 5 അല്ല 10 ആണ്. അപ്പൊ 2 + 3 = 10 വരാൻ എങ്ങനെയാ വരുന്നത്? 2 + 3 എന്ത് ചെയ്യാ? 2 + 3 കൂട്ടുക, 5 ഇൻറ്റു ആദ്യത്തെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, 5 × 2 അതാണ് 10 വരുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 7 + 2 കൂട്ടുക, 7 + 2 എത്രയാ? 9. 9 ഇൻറ്റു ഇതിന്റെ അകത്ത് ആദ്യത്തെ സംഖ്യ അത് എത്രയാണ്? 7. സോ 9 × 7 63 വരും. ഇനി 66 എങ്ങനെയാ വന്നത്? 6 + 5 11, 11 × 6 66. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 3 + 9 എങ്ങനെ വരും? 3 + 9 = 12, 12 × 3 that is equal to 36 ആണ് ഈ ഒരു ഹാക്കിന്റെ ആൻസർ വരുന്നത്. ഒത്തിരി പേര് കറക്റ്റ് ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ ഒരു വഴിയിലൂടെ അല്ലാതെ 36 കിട്ടിയവരുണ്ട്. അപ്പം ഈ ഒരു ഹാക്സ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തരുടെ ചിന്താ രീതികളാണ്. നമ്മൾ ചില സമയത്ത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചിന്തിക്കും, ചില സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കും. അപ്പൊ ആ ഒരു നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യാനും കൂടി ഒരു മാത്സ് ഹാക്സ് ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക്. അപ്പൊ ഞങ്ങള് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഹാക്സ് ഇനി എല്ലാ ദിവസവും വരുന്നതായിരിക്കും. അതുപോലെ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള മാത്സ് ഹാക്സിന്റെ സൊല്യൂഷൻസും ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ആൻസർ 36 എന്ന് പറയുന്ന ആൻസർ നിങ്ങൾക്ക് വേറെ രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി 36 അല്ല വേറെ ഉത്തരവാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സൊല്യൂഷൻ സീരീസിൽ കാണാം.